ജിഫ്രി തങ്ങൾ നയിക്കുന്ന സമസ്ത സന്ദേശ യാത്രയിൽ നമ്മൾ എല്ലാവരും വളരെയധികം ആവേശത്തോടു കൂടി പങ്കുചേരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പക്ഷേ എന്നാൽ തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ഈ ഒരു ആവേശത്തോടൊപ്പം പങ്കുചേരുന്ന ഒരു ഷെരീഫ് എന്ന് പറയുന്നൊരു ഇക്ക നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം സമസ്തയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമാണ്. അതിനിടയിൽ 10 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിക്കുന്നു. തൻ്റെ കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുന്നു. ഇപ്പോൾ സ്റ്റിക്ക് ഉപയോഗിച്ച് അതിൻ്റെ ബലത്തിലാണ് അദ്ദേഹം നടക്കുന്നത്. പക്ഷേ തിരൂർക്കാടിൽ നിന്ന് സമസ്ത അധ്യക്ഷന് ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പതാക കൈമാറിയ ആ നിമിഷം മുതൽ അങ്ങ് കന്യാകുമാരിയിലും തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് എറണാകുളത്ത് വെച്ച് കോതമംഗലത്ത് വെച്ചാണ്. ഇവിടെ പോലും ഷെരീഫ് സാഹിബ് നമ്മുടെ കൂടെയുണ്ട്. ഷെരീഫ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു അപകടത്തിൻ്റെ കാരണം? എന്താ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. എന്താണ് പോകുമ്പോഴേ ഒരു ഓട്ടോറിക്ഷ തട്ടി വീണതാണ്. പിറകെ വന്ന ലോറി കാലിൽ കയറി. ഏത് വർഷം മുമ്പ്? ഒരു 12 കൊല്ലമായി. 12 വർഷമായി. അതുവരെ നല്ല ഹെൽത്തി ആയിരുന്നു. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ, ബാക്കി കിട്ടി ഹൈറ്. ബാക്കി കിട്ടി. നമുക്ക് ഇത് ചെറുതല്ലേ. കുറേ കാലം നമ്മൾ പിന്നെ ഈ ഇബാദിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. പ്രബോധന പ്രവർത്തനങ്ങൾ, ഖുർആൻ സന്ദേശം എത്തിച്ചു കൊടുക്കുക, ഖുർആൻ്റെ മൊത്തത്തിലുള്ള പ്രചരണം, ആളുകൾക്ക് ഖുർആൻ വായിക്കാൻ കൊടുക്കുക, അതിൻ്റെ സന്ദേശം പറഞ്ഞു കൊടുക്കുക, അങ്ങനെ അവരെ ഖുർആൻ്റെ സന്ദേശത്തിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഇതൊരു സന്ദേശയാത്രയാണ്. ഇത് 100 കൊല്ലമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട സന്ദേശയാത്രയാണല്ലോ. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമോ? വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് 10 ദിവസം പറഞ്ഞിട്ടല്ലേ വന്നുള്ളൂ. ഇനി 11ാമത്തെ ദിവസമല്ലേ അവിടെ എത്തുള്ളൂ. തിരിച്ച് മംഗലാപുരം പോയി തിരിച്ചു വരണല്ലോ. അവരൊക്കെ വൈഫും ഫാമിലിയും ഒക്കെ സപ്പോർട്ടാണ്. നല്ല കാര്യത്തിന് സപ്പോർട്ട് തന്നെയല്ലേ എപ്പോഴും. ഏറ്റവും നല്ല കാര്യം. എന്താണ് ശരിക്കും കാല് മുറിഞ്ഞതാണ്? എന്താണ് സംഭവിച്ചത്? അല്ല, ലോറി കാലിൽ കയറിയതാണ്. ലോറി കാലിൽ സ്വാധീനം നഷ്ടപ്പെട്ടതാണ്. മുട്ടിന് താഴെ ഇല്ല. മുട്ടിന് താഴെയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഷെരീഫ് കയുടെ ഒരു ലൈഫിൽ ഇപ്പോഴുള്ളൊരു യാത്ര അല്ലേ. ഇപ്പം എന്താ ജോലി എന്താണ്? അപ്പോൾ ജോലി ഞാൻ മരത്തിൻ്റെ വെച്ചോണം. അതായത് റബ്ബർ തടി എടുത്തിട്ട് വരുമ്പോൾ അവർക്ക് വിടലാണ്. അപ്പോൾ സ്വന്തം സ്വദേശം എവിടെയാണ്? സ്വദേശം പൊന്നാനിയാണ്. പൊന്നാനിയാണ്. പെരുമ്പാവൂരിലേക്ക് ഓർഡർ എടുത്ത് അവിടുന്ന് നമ്മുടെ പെരിന്തൽമണ്ണ അതുപോലെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ മരം എടുത്തിട്ട് വിടലാണ്. മരം ഒരു വണ്ടിക്ക് ഡീസൽ അടിക്കാനുള്ള ഒരു പൈസക്ക് മാത്രം. ഒരു സമയം ഇങ്ങനെ ഒരു. പിന്നെ ഞാൻ ഈ സോഷ്യൽ വർക്കുകളൊക്കെ നടത്തുന്നുണ്ട്. അതായത് റോഡിലൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടാവും. അവരെ കണ്ടെത്തി അവരെ യഥാർത്ഥത്തിൽ പുനരധിവസിപ്പിക്കുക, ഇതുപോലുള്ള സോഷ്യൽ വർക്കുകൾ നടത്തുന്നുണ്ട്. പിന്നെ RCI എന്ന് പറഞ്ഞൊന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കോഴ്സിന് ചേർന്നിട്ട് അതിൻ്റെ പഠനം നടക്കുന്നുണ്ട്. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. അത് AWH കോഴിക്കോടാണ് നടത്തുന്നത്. അതിൽ ചേർന്ന് അതിൻ്റെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഡിഗ്രി എടുത്തു, PG എടുത്തു. ഇപ്പം സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻ്റാണ്. RCIൻ്റെ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. അതിൻ്റെ ബിരുദമുണ്ട്. ഇപ്പോൾ ബിരുദം 4 ഏതൊക്കെ? അത് MA, പിന്നെ MSc സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ MA സോഷ്യോളജി ഉണ്ട്. ഞാനൊരു ചെറിയ പുള്ളിയുടെ അടുത്തല്ലേ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഫീൽഡ് വർക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതായത് കൗൺസിലിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെ കയ്യിൽ നിന്ന് പൈസ ഒന്നും വാങ്ങാതെ പാവപ്പെട്ടവർക്ക് ഒരു സേവനം എന്നുള്ള ആൾക്ക് നമ്മുടെ ഈ ഉസ്താദന്മാരുടെ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ ചെന്ന് സംസാരിച്ച് ദുആ ചെയ്തൊക്കെയാണ് സംഗതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവും, മുൻകടന്നു പോയ ആളുകളുടെ അനുഗ്രഹം ഉണ്ടാവും. ഈ ഒരു യാത്രക്കൊരു ആഗ്രഹം വന്നിരുന്നു, എന്തായാലും പോകണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ 85ാം വാർഷികത്തിൽ മുഴുവൻ പങ്കെടുത്തിരുന്നു. 90ാം വാർഷികത്തിൽ ഫുള്ള് യാത്രയെ പങ്കെടുത്ത്. ഇതിപ്പോൾ 100ാം വാർഷികമാണ്. ഇനിയിപ്പോൾ ഒരു യാത്ര എപ്പോഴാണ് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉണ്ടാകുമെന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നാമത്തെ യാത്രയാണ് ഇപ്പോൾ ഉസ്താദന്മാരുടെ കൂടെ ഫുള്ളായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലും ഞാനിങ്ങനെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും മാനസിക ഒന്നുമില്ല, ഒരു പ്രയാസം. അതൊരു സാധാരണത്തിൻ്റെ വാക്കൊന്നല്ല. പക്ഷേ ഞാൻ ഈ ഒരു നമ്മൾ മൊത്തം ഈ സോഷ്യൽ ഫീൽഡിലല്ലേ, നമുക്ക് സമയം പോകണ അറിയില്ല. ആളുകൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുള്ളതാണ്. ഏതായാലും വളരെ വലിയ സന്തോഷം കേട്ടോ. കാരണം നമ്മളൊക്കെ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് അല്ലെങ്കിൽ എല്ലാ ഫിസിക്കൽ കപ്പാസിറ്റിയോട് കൂടിയും പ്രവർത്തിക്കുമ്പം നമ്മളെപ്പോലെ ഓടി നടക്കാൻ കഴിയുന്നില്ല. നമ്മളെക്കാൾ മാനസിക സപ്പോർട്ടിൽ ഇക്ക നടക്കുന്നു. അതോടൊപ്പം ഈ യാത്രയിൽ മുഴുക്കെ പങ്കുചേരുന്നു. ഏതായാലും 11ാമത്തെ ദിവസമാണ് ഇനി വീട്ടിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. അത്രേ ഉള്ളൂ. സമ്മേളനത്തിൽ അവിടെ ഉണ്ടാവും, കൂനിയയിലും ഉണ്ടാവും. അവിടെ ഉണ്ടാവും. പിന്നെ അവിടെ കുറച്ച് നേരത്തെ എത്തും.
ഒരാഴ്ച മുന്നേ എത്തും. അവിടുത്തെ അതെന്തിനാണ്? അതവിടെ അവിടുത്തെ ആ പ്രവർത്തകർ ക്ഷണിച്ചിട്ടുണ്ട്. അവിടുത്തെ ചില പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട്, അതായത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ നമുക്ക് വേണ്ടി പണിയെടുക്കല്ലേ, അപ്പോൾ നമ്മളൊരു ഹെൽപ്പ്. ഇതുപോലെയുള്ള സംസ്ഥയുടെ പ്രവർത്തകരുടെ ഒരു ആവേശത്തിന് മുൻപിൽ നമ്മളിൽ ചില ആളുകളൊക്കെ മാറി നിൽക്കണമെന്നും അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കേണ്ട എന്നൊക്കെ എന്തോ ദൗർഭാഗ്യവശാൽ അവരൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഈ നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൻ്റെ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ കഴിയാതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇക്കെ മാത്രം ആലോചിക്കുക, മറ്റൊന്നും പറയാനില്ല. ഒരുപാട് നന്ദി.